അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്ക് നാളെയുള്ള പരീക്ഷ ലിസാനുൽ ഖുർആൻ ആണ്. ലിസാനുൽ ഖുർആൻ അറബിയിലാണ്. മറ്റുള്ള വിഷയത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കിതാബാണ്. ഈ ലിസാനുൽ ഖുർആനിൽ നമുക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന പാഠങ്ങൾ: ഒന്ന് ഹാദാ ഖലമി എന്നുള്ള ആദ്യത്തെ പാഠം, രണ്ടാമത്തത് ഇലൽ മസ്ജിദി എന്നുള്ള പാഠം, മൂന്നാമത്തത് മജല്ലത്തുൻ ബിഖത്തിൽ യദി, നാലാമത്തത് ഫിക്റത്തുൻ റായിഅ. ഇത്രയും പാഠങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. വിശാലമായ പാഠങ്ങളാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കഴിയുന്ന രൂപത്തിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ അള്ളാഹു തആല വർദ്ധിപ്പിച്ച് തരട്ടെ. ഒന്നാമത്തെ പാഠം ഹാദാ ഖലമി എന്നുള്ളതാണ്. വിശാലമായി നീട്ടിപ്പരത്തി ഒന്നും പറയുന്നില്ല. ഹാദാ ഖലമി എന്നുള്ള ഈ പാഠത്തിൽ നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങൾ ഇവിടെ ജസ്റ്റ് നമ്മൾ ഈ റെഡ് കളർ ചെയ്ത വേർഡുകൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അന, ഇതിന്റെ വാക്ക് അർത്ഥങ്ങൾ, മീനിങ്ങുകൾ നമ്മൾ നിർബന്ധമായും പഠിക്കണം. അന എന്ന് പറഞ്ഞാൽ ഞാൻ, മനസ്സിലാക്കുക. അന എന്ന് പറഞ്ഞാൽ ഞാൻ. അതിന് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ അന എന്ന് തന്നെയാണ് പറയേണ്ടത്. അന ഷബീറുൻ അല്ലെങ്കിൽ അന ആലിയ എന്ന് അന എന്നുള്ള ആ ഒരു പ്രയോഗം തന്നെയാണ് പറയേണ്ടത്. ഇനി അടുത്തൊരു വേർഡ് അൻത അൻതി എന്നുള്ളതാണ്. ഈ അൻത അൻതി എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും അർത്ഥം നീ എന്ന് തന്നെയാണ്. പിന്നെ എന്താണ് വ്യത്യാസം? അൻത എന്ന് പറഞ്ഞാൽ ഒരു ആണിനെ സൂചിപ്പിക്കാൻ, ഒരു ആണിനോടാണ് നീ എന്ന് പറയുന്നതെങ്കിൽ അൻത എന്നാ പറയാ. നേരെ മറിച്ച് ഒരു പെൺകുട്ടിയോടാണെങ്കിലോ അൻതി എന്നാ പറയാ. അപ്പോ ഈ അന എന്നുള്ളതും അൻത അൻതി എന്നുള്ള ഈ രണ്ട് പ്രയോഗവും, അന എന്ന് പറഞ്ഞാൽ ഞാൻ, അൻത അൻതി എന്ന് പറഞ്ഞാൽ നീ എന്നർത്ഥം. അൻത എന്നുള്ളത് ആണിനും അൻതി എന്ന് പറഞ്ഞാൽ പെണ്ണിനും. ഇനി അടുത്തത് ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് അർത്ഥം. ഹാദിഹി എന്ന് പറഞ്ഞാലും ഇത് എന്ന് തന്നെയാണ് അർത്ഥം. എന്താണ് വ്യത്യാസം? ഹാദ എന്ന് പറഞ്ഞാൽ പുല്ലിംഗത്തെ, എന്ന് വെച്ചാൽ ഒരു മുദക്കറായ പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നു. അതാണ് വ്യത്യാസം. ഇനി ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നുള്ള അർത്ഥമാണ്. ഇൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഇൻ എന്നുള്ള പ്രയോഗം, അൽ ഖലമു ഫിൽ ജൈബ്, കണ്ടോ, ഫിൽ ജൈബ്, പോക്കറ്റിൽ. ഇൽ എന്നുള്ള അർത്ഥത്തിനാണ് ഫി ഉപയോഗിക്കുന്നത്. അതുപോലെ അല എന്ന് പറഞ്ഞാൽ മുകളിൽ, അപ്പ്, ഓൺ എന്നുള്ള അർത്ഥമാണ്. അല ഷജറ, അൽ ഹിറത്തു അല ഷജറ, അല ഷജറ. അപ്പൊ അല എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നർത്ഥം. അപ്പൊ നമ്മൾ ഏതെല്ലാം വാക്കുകൾ പറഞ്ഞു? അന, അൻത അൻതി, ഹാദ ഹാദിഹി, ഫി, അല. ഇനി അടുത്തത് മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ് അർത്ഥം. ഇത്രയും വാക്കുകൾ. അതുപോലെ ഇവിടെ മാ എന്നുള്ള വാക്കുകൾ. പിന്നെ ദാലിക തിൽക്ക. മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നർത്ഥം. ദാലിക തിൽക്ക. ദാലിക എന്ന് പറഞ്ഞാലും തിൽക്ക എന്ന് പറഞ്ഞാലും അത് എന്നാണ് അർത്ഥം. വ്യത്യാസം: ദാലിക എന്ന് പറഞ്ഞാൽ പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്നു, തിൽക്ക എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നു. ഇത്രയും വാക്കുകളാണ് ഇവിടെ നിർബന്ധമായും പഠിക്കേണ്ടത്. അതൊന്നുകൂടെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അന, അൻത, അൻതി, ഹാദ ഹാദിഹി, ഫി, അല, ദാലിക തിൽക്ക, മാ, മൻ, ഐന, അബി, ഖലമി. ഇവിടെ ഐന എന്നുള്ള പ്രയോഗം കൂടെ ഉണ്ട്. ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നർത്ഥം. ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ് അർത്ഥം. അപ്പൊ ഇത്രയും വാക്കുകൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. ഇതിന്റെ അർത്ഥത്തോടു കൂടെ തന്നെ പഠിച്ചിരിക്കണം. ഇനി ഒന്നുകൂടെ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ കുറച്ച് സെന്റൻസുകൾ ഉണ്ട്. ഇതിൽ 1 മുതൽ 10 വരെയുള്ള എണ്ണക്കമാണ് ഇവിടെ പറയുന്നത്. വാഹിദുൻ, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത, സബഅ, സമാനിയ, തിസ്അ, അശറ. ഈ 1 മുതൽ 10 വരെയുള്ള എണ്ണക്കം പറയുന്നുണ്ട്. ഇപ്പൊ ഇതുപോലെയൊക്കെ ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ 3 പേനകളുണ്ട്. ആ 3 എന്നുള്ളത് അക്കത്തിലും അതുപോലെ ഇങ്ങനെ ഹർഫിലും ലെറ്റേഴ്സിലും എഴുതണമെങ്കിൽ നമുക്കിത് അറിയൽ നിർബന്ധമാണ്. അപ്പോൾ ഇതും പഠിക്കൽ നിർബന്ധമാണ്. 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകൾ കൂടെ പഠിക്കൽ നിർബന്ധമാണ്. ഇനി നമ്മൾ ഇവിടെ പറയുന്നത്, ഇതിന്റെ തദ്രീബാത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഇവിടെ കണ്ടോ, ഡാഷ് സദീഖി എന്നാണ്. സദീഖ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ മുദക്കർ മുഅന്നസ് എന്ന് വെച്ചാൽ പുല്ലിംഗം സ്ത്രീലിംഗം എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴി,
ഇവിടെ ഇങ്ങനെ ഹാത്താ ഉണ്ടെങ്കിൽ ലാസ്റ്റ് കണ്ടോ ഇവിടെ ഹാത്താ, ഇവിടെയൊക്കെ കണ്ടോ ഹാത്താ, അങ്ങനെ ഹാത്താ ഉള്ള വേർഡുകളാണെങ്കിൽ അത് സ്ത്രീലിംഗമാണ് എന്ന് മനസ്സിലാക്കുക. സ്ത്രീലിംഗത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ട പദങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുന്നതാണ്. ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തിൽക്ക എന്നുള്ളത് സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുന്നതാണ്. അതല്ലാത്തതൊക്കെ പുല്ലിംഗം എന്നുള്ള രൂപത്തിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്ക്, ഹാദാ സദീഖി, സദീഖി എന്നുള്ളത് കൂട്ടുകാരൻ, അത് പുല്ലിംഗമാണ്. അപ്പൊ നമ്മൾ ഏതാ ഉപയോഗിക്കേണ്ടത്? ഹാദ എന്നാണ്. ഇനി ഇവിടെ കണ്ടോ ദാരിസത്തുൻ എന്നാണ് അവസാനം. അപ്പോ നമ്മളിവിടെ അൻത അൻതി നേരത്തെ പറഞ്ഞപ്പോ പെണ്ണിനെ സൂചിപ്പിക്കാൻ വേണ്ടി അതായിരുന്നു അൻതി എന്നല്ലായിരുന്നു. അപ്പോ അൻതി ദാരിസത്തുൻ, ഇവിടെ ഹാത്താവ് കണ്ടാൽ പെണ്ണിന്റെ ഈ അൻതി എന്നുള്ള പ്രയോഗിക്കുക. ഇവിടെ ദജാജത്തുൻ ഹാത്താവിന്റെ ലാസ്റ്റ്, അപ്പോ തിൽക്ക എന്നുള്ളതാണ്. ദാലിക തിൽക്ക ഏതാണ്? പെണ്ണിനെ സൂചിപ്പിക്കുന്നത് തിൽക്ക എന്നുള്ളതല്ലേ, അപ്പൊ തിൽക്ക. ഇനി അടുത്തത് ദാരിസുൻ, ദാരിസുൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്നാണ് അർത്ഥം. അപ്പൊ അന ദാരിസുൻ, അന ദാരിസുൻ, അന ഞാൻ, ദാരിസുൻ വിദ്യാർത്ഥിയാണ്. അന ദാരിസുൻ ഞാൻ വിദ്യാർത്ഥിയാണ്. ഇവിടെ ഹിയ എന്നുള്ളതിന്റെ അർത്ഥം അവൾ എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഹിയ ദാരിസുൻ, അവൾ വിദ്യാർത്ഥി എന്ന് പറയില്ല, ദാരിസത്തുൻ എന്ന് വേണം, ഹാത്താവ് വേണം, എന്നാലേ ഹിയ കൊടുക്കുകയുള്ളൂ. അപ്പൊ അന ദാരിസുൻ. ഇനി അടുത്തത് ഇവിടെ ഒന്ന് ഹാദാ അബുൻ, ഹാദാ അബുൻ, ഇത് യാ ചേർത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. ഹാദാ അബുൻ എന്ന് പറഞ്ഞാൽ ഇത് എന്റെ ഉപ്പയാകുന്നു. അപ്പൊ ഹാദാ അബുൻ എന്ന് പറഞ്ഞാൽ ഇത് ഉപ്പയാകുന്നു. ഇനി ഇത് എന്റെ ഉപ്പയാകുന്നു എന്ന് കിട്ടണം. അപ്പോൾ ഹാദാ അബീ, ഹാദാ അബീ. ഇനി ഹാദിഹി ഉമ്മീ, ദാലിക കിതാബി, തിൽക ഹിർറതി, ഹിയ ഉഖ്തി, ഹുവ സദീഖി. അപ്പൊ ഇതുപോലെ യാ ചേർത്ത് പറയുകയാണെങ്കിൽ എന്റെ എന്നുള്ള അർത്ഥം ഇവിടെ കിട്ടും. ഇനി അടുത്ത ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ വ്യത്യസ്ത എണ്ണത്തിലുള്ള പിക്ചേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ എണ്ണം ഇങ്ങനെ നമ്പറിലായിട്ടും അതുപോലെ ഹർഫിലായിട്ടും ലെറ്റേഴ്സിലായിട്ടും എഴുതുകയാണ് വേണ്ടത്. ഇപ്പൊ ഏത് കുട്ടിക്കും എണ്ണൽ അറിയുമെങ്കിൽ വായിക്കാൻ കിട്ടും. 1 2 3, 3 എന്താ നമ്മൾ അറബി പറയാ? അറബിയിൽ എങ്ങനെ 3 എഴുതുക? അതുപോലെ എന്താണ് പറയേണ്ടത് എന്ന് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വാഹിദ് ഇസ്നാനി സലാസ. അപ്പോൾ ആ വിഷയവും പഠിക്കൽ നിർബന്ധമാണ്. ഇനി ഇവിടെ ഡാഷ് അൽ ഹിറത്തു, ഡാഷ് അൽ ഹിറത്തു, എവിടെയാണ് പൂച്ച? അപ്പൊ ഐന, ഐന എന്ന് പറഞ്ഞാൽ, ഐന എന്ന് പറഞ്ഞാൽ എവിടെ? അപ്പൊ ഐനൽ ഹിറത്തു, എവിടെയാണ് പൂച്ച. ഇനി രണ്ടാമത്തത് ഡാഷ് ഹാദ, ആരാണത്? ആര് എന്നുള്ളതിന്റെ പ്രയോഗം നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, മൻ, മൻ ഹാദ, മൻ ഹാദ. ഇനി അടുത്തത് ഡാഷ് ദാലിക, മാ ദാലിക, എന്താണത്? എന്താണത്? ഇനി അടുത്തത് ഡാഷ് ഹാദിഹി, മൻ ഹാദിഹി, ആരാണത്? മൻ, മൻ ഹാദിഹി. ഇതാണ് ഒന്നാമത്തെ പാഠത്തിലുള്ള ഒരു ചുരുക്കം. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മളിവിടെ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അന, അൻത, അൻതി. അന എന്ന് പറഞ്ഞാൽ ഞാൻ, അൻത അൻതി എന്ന് പറഞ്ഞാൽ നീ എന്ന് തന്നെയാണ് അർത്ഥം. അൻത എന്നുള്ളത് ആണിനെ സൂചിപ്പിക്കുന്നു, അൻതി പെണ്ണിനെ. ഹാദ ഹാദിഹി രണ്ടിന്റെയും അർത്ഥം ഇത് എന്നാണ്. ഹാദ എന്നുള്ളത് ആണിനെ സൂചിപ്പിക്കുന്നു, ഹാദിഹി എന്നുള്ളത് പെണ്ണിനെ സൂചിപ്പിക്കുന്നു. ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥമാണ്. അല എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നർത്ഥമാണ്. ദാലിക തിൽക്ക എന്ന് പറഞ്ഞാൽ അത് എന്നർത്ഥമാണ്. പക്ഷെ ദാലിക ആണിനെ ഉപയോഗിക്കുന്നു, തിൽക്ക പെണ്ണിനെ ഉപയോഗിക്കുന്നു. മാ എന്ന് പറഞ്ഞാൽ എന്ത്, മൻ എന്ന് പറഞ്ഞാൽ ആര്, ഐന എന്ന് പറഞ്ഞാൽ എവിടെ. പിന്നെ ഇവിടെ യായ് ചേർത്ത് പറയുമ്പോൾ ഇപ്പൊ അബി എന്റെ ഉപ്പ, കലമീ എന്റെ പേന, അങ്ങനെ യായ് ചേർത്ത് പറയുമ്പോൾ എന്റെ എന്നുള്ള അർത്ഥം കൂടെ കിട്ടും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഇതുപോലെയൊക്കെ ഇങ്ങനെ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹാത്താ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നതൊക്കെ അതിനനുസരിച്ച് ചേർത്ത് തെരഞ്ഞെടുത്ത് എഴുതുക. അല്ലെങ്കിൽ പുല്ലിംഗത്തിന് ഉപയോഗിക്കുന്ന അതും ആണ് എടുത്ത് എഴുതേണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചർച്ച ചെയ്യാം, അപ്പൊ അതിൽ ഒന്നുകൂടെ മനസ്സിലാകും. ഇനി അടുത്തത് രണ്ടാമത്തെ പാഠം. ഈ രണ്ടാമത്തെ പാഠത്തിൽ ഇലൽ മസ്ജിദി എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് മുദാരി ആയ ഫിഅലുകളെ കുറിച്ചാണ്. 3ാം ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാണ്. പക്ഷേ എങ്കിലും ഈ പ്രാവശ്യത്തെ കിതാബ് ഒന്നുകൂടെ വിശാലമായിട്ടുള്ള രൂപത്തിലാണ് വന്നിട്ടുള്ളത്. പഠിക്കൽ നിർബന്ധമാണല്ലോ. ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് മുദാരി ആയ ഫിഅലുകളെ കുറിച്ചാണ്. ഇവിടെയും സിമ്പിളായിട്ട് പറഞ്ഞാൽ യാവ് കൊണ്ട് തുടങ്ങുന്ന ഫിഅലുകളൊക്കെ മുദാരി ആയിരിക്കും, മുദാരി ആയ ഫിഅലുകളായിരിക്കും എന്ന് വിദ്യാർത്ഥികൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുക. ഇവിടെ കണ്ടോ, യസ്മഉ, യദ്ഹബു, യതവല്ലഉ, യദ്ഖുലു, യുസല്ലി, യർജിഉ, ഇങ്ങനെ യാവ് കൊണ്ട് തുടങ്ങുന്ന. അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് പരീക്ഷയിൽ ക്വസ്റ്റ്യന് കുറച്ച് സെന്റൻസ് തരും, അതിലെ മുദാരി ആയ ഫിഅലുകൾ തിരഞ്ഞെടുത്ത് എഴുതുക എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതിലെ യാവ് കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ അത് മുദാരി ആയിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? അത് എടുത്തെഴുതുക. അതാണ് മുദാരി ആയ ഫിഅലിനെ മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴി.
ഉദാഹരണമായിട്ട് ഇവിടെ കണ്ടോ, യദ്ഹബുൽ വലദു ഇലൽ മസ്ജിദി, യദ്ഹബുൽ വലദു ഇലൽ മസ്ജിദി, കുട്ടി പള്ളിയിലേക്ക് പോകുന്നു. അപ്പൊ ഇതിൽ മുലാരി ആയ ഫീൽ ഏതാണ്? ഇതിൽ മുലാരി ആയ ഫീൽ ഏതാണ്? ഈ യദ്ഹബു എന്നുള്ളതല്ലേ. അതുപോലെ അടുത്തത് യതവല്ലഉ ബാസിമുൻ മിനൽ ഹൗൽ, യതവല്ലഉ ബാസിമുൻ മിനൽ ഹൗൽ, ബാസിമു ഹൗലിൽ നിന്ന് വുളു എടുക്കുന്നു. അപ്പൊ ഇതിൽ മുലാരി ആയ ഫീൽ ഏതാണ്? യാ കൊണ്ട് തുടങ്ങുന്നത് യതവല്ലഉ എന്നല്ലേ. അപ്പൊ ഇത് മുലാരി ആയ ഫീൽ. യസ്മഉ സാലിമുൻ അൽ അദാന, ഏതാണ്? യസ്മഉ എന്നുള്ളതാണ്. തഷറബു ഫാത്തിമ, ഇവിടെ എന്തുകൊണ്ടാണ് തഷറബു എന്നായത്? പെണ്ണായതുകൊണ്ടാണ്, ഫാത്തിമ പെണ്ണായതുകൊണ്ട് ത എന്നുള്ള പ്രയോഗം. അപ്പൊ യാവ് കൊണ്ടും താവ് കൊണ്ട് തുടങ്ങിയാലും അതും മുലാരിയായ ഫീൽ തന്നെ. താവ് കൊണ്ട് തുടങ്ങാനുള്ള കാരണം ഇവിടെ ഫാത്തിമ ആയതുകൊണ്ടാണ്, പെണ്ണായതുകൊണ്ടാണ് താവ് കൊണ്ട് തുടങ്ങിയത്. അതുപോലെ തന്നെ തുസല്ലി, കണ്ടോ, തുസല്ലി മാജിദ, മാജിദ നിസ്കരിക്കുന്നു, സലാത്ത് അൽ അസുർ, അസുർ നിസ്കാരം. അപ്പൊ ഇതും തുസല്ലി മുലാരിയായ ഫീലാണ്. തൻതളിറുൽ ഉമ്മു, ഉമ്മ നോക്കുന്നു, ഫിൽ ബൈത്തി, തൻതളിറു പ്രതീക്ഷിക്കുന്നു, അൽ ഉമ്മു, ഉമ്മ പ്രതീക്ഷിക്കുന്നു എവിടെ? ഫിൽ ബൈത്തി, വീട്ടിൽ, എന്നുവെച്ചാൽ കാത്തിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ ഇവിടെ ഉമ്മ പെണ്ണായതുകൊണ്ടാണ് താവ് കൊണ്ട് തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെ താവ് കൊണ്ടും യാവ് കൊണ്ടും തുടങ്ങുന്ന ഫേലുകൾ അത് മുലാരിയായ ഫേലുകളായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ ഒന്ന് നോക്കി ഒരു ഉദാഹരണം. കുറച്ച് മുലാരിയായ ഫേലുകൾ തന്നിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? അത് ഫില്ലാക്കണം. ഡാഷ് മാജിദുൻ ഇലൽ മദ്രസ, മാജിദ് മദ്രസയിലേക്ക് പോകുന്നു. അപ്പൊ പോകുന്നു എന്നുള്ള ഫേൽ ഏതാണ്? യദ്ഹബു എന്നുള്ളതാണ്. ലിസാനിൽ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് അർത്ഥങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ മാജിദുൻ ഇലൽ മദ്രസ, മാജിദ് മദ്രസയിലേക്ക് പോകുന്നു എന്നാണ്. അപ്പൊ പോകുന്നു എന്ന് കിട്ടാൻ യദ്ഹബു എന്നുള്ളതാണ്. യദ്ഹബു മാജിദുൻ ഇലൽ മദ്രസ. അടുത്തത് രണ്ടാമത്തത് ഡാഷ് മാജിദുൻ മിനസ് സുംബൂറ, ടാപ്പിൽ നിന്ന് മാജിദ് വുളു എടുക്കുന്നു എന്നാണ്. പിക്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പൊ വുളു എടുക്കുന്നു എന്നുള്ളതിന് ഏതാണ്? യതവല്ലഉ എന്നാണ്, യതവല്ലഉ. അപ്പൊ യതവല്ലഉ മാജിദുൻ മിനസ് സുംബൂറ. അടുത്തത് ഡാഷ് മാജിദുൻ അൽ മാ, മാജിദ് വെള്ളം കുടിക്കുന്നു എന്നല്ലേ. അപ്പൊ യഷ്റബു എന്ന് പറഞ്ഞാൽ കുടിക്കുന്നു, 3 യഷ്റബു. അടുത്തത് ഡാഷ് മാജിദുൻ അൽ മസ്ജിദ, ഡാഷ് മാജിദുൻ അൽ മസ്ജിദ, മാജിദ് എവിടെയുള്ളത്? പള്ളിന്റെ അകത്താണ്. അപ്പോ പള്ളിയിൽ പ്രവേശിക്കുന്നു. അപ്പൊ യദ്ഖുലു, നാലാമത്തത് യദ്ഖുലു മാജിദുൻ അൽ മസ്ജിദ. അപ്പോൾ ഇവിടൊക്കെ യാ എന്നുള്ളത് എന്ന ലെറ്റർ കൊണ്ടാണ് തുടങ്ങിയത്. അത് എന്തുകൊണ്ടാണ്? മാജിദ് ഇവിടെ ബോയ് അല്ലേ, ആൺകുട്ടിയല്ലേ, അതുകൊണ്ടാണ് യാ വെച്ച് തുടങ്ങിയത്. ഇവിടൊക്കെ നമ്മൾ താവ് വെച്ച് തുടങ്ങിയത് കണ്ടു. അതെന്തുകൊണ്ടാണ്? ശേഷം പറയപ്പെട്ട ആള് പെണ്ണായതുകൊണ്ടാണ്. അപ്പൊ യാവും താവും കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ അത് മുലാരിയായ ഫീൽ ആയിരിക്കും എന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുക. ഇനി ഇവിടെ ഒരു എക്സസൈസ് തന്നിട്ടുണ്ട്. ഡാഷ് അൽ വലദു ഇലൽ മദ്രസ, കുട്ടി മദ്രസയിലേക്ക് പോകുന്നു എന്നാണ് വേണ്ടത്. ഇവിടെ വലത് എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയല്ലേ, വലത് എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയല്ലേ. അപ്പൊ ആൺകുട്ടിയാണെങ്കിൽ യാ ആണോ താ ആണോ? തുടക്കം വേണ്ടത് യാ അല്ലേ. അപ്പൊ യദ്ഹബുൽ വലദു ഇലൽ മദ്രസ. ഇനി അടുത്തത് ഡാഷ് അൽ ബിന്തു മിനൽ ഹൗൽ, ബിന്തു എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണ് അർത്ഥം. അപ്പൊ പെൺകുട്ടി ഹൗലിൽ നിന്ന് വുളു എടുക്കുന്നു. അപ്പൊ യാ ആണോ താ ആണോ? പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ താ വേണം എന്നാ പറഞ്ഞത്. അപ്പൊ തതവല്ലഉൽ ബിന്തു മിനൽ ഹൗലി എന്ന് പറയണം. ഇനി ഡാഷ് ബാസിമുൻ ഇലൽ ബൈത്തി, ബാസിമു വീട്ടിലേക്ക് മടങ്ങുന്നു. അപ്പൊ ബാസിമ ആൺകുട്ടിയല്ലേ, അപ്പൊ ആണാണെങ്കിൽ യാ അല്ലേ. അപ്പൊ യർജിഉ ബാസിമുൻ ഇലൽ ബൈത്തി. ഇനി ഡാഷ് അൽ ഉമ്മുൽ ബൈത്ത, ഉമ്മ വീട്ടിൽ പ്രവേശിക്കുന്നു. അപ്പൊ ഉമ്മ പെണ്ണല്ലേ, പെണ്ണാണെങ്കിൽ താവ് കൊണ്ടല്ലേ തുടങ്ങേണ്ടത്. അപ്പോ തദ്ഖുലുൽ ഉമ്മു അൽ ബൈത. അപ്പൊ വിദ്യാർത്ഥികൾ ഇവിടെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ശേഷമുള്ള ഈ സബ്ജക്ട് അത് ആരാണോ നോക്കുക, ആണാണോ പെണ്ണാണോ നോക്കുക. ആണാണെങ്കിൽ യാവ് കൊണ്ട് തുടങ്ങുന്നത് ഇവിടെ കണ്ണും ചിമ്പി എന്ത് ചെയ്യുക, എടുത്തെഴുതുക. ഇനി പെണ്ണിന്റെ പേരാണെങ്കിൽ എന്ത് ചെയ്യുക, താവ് കൊണ്ടുള്ളതും എഴുതുക. അതാണ് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം. ഇനി അടുത്തത് ഇവിടെ കണ്ടോ, ഫേലുൽ മുലാരി, ഫേലുൽ മാലി, മാലിയായ ഫേലുകളും മുലാരിയായ ഫേലുകളും തന്നിട്ടുണ്ട്. യദ്ഹബു, യദ്ഹബു എന്ന് പറഞ്ഞാൽ പോകുന്നു, അതിന്റെ മാലി എന്താ? ദഹബ, പോയി. അപ്പൊ ഈ ഭാഗത്തുള്ളതെല്ലാം മാലിയായ ഫേലുകളാണ്, ഇവിടെ ഉള്ളതെല്ലാം മുലാരിയായ ഫേലാണ്. യദ്ഹബു, തദ്ഹബു. അപ്പൊ ഇത് പെണ്ണ് പോകുന്നു എന്നാണ് അർത്ഥം. അതിന്റെ മാലി അവൾ പോയി, ദഹബത്ത്. യസ്മഉ, തസ്മഉ, യുസല്ലി, തുസല്ലി, യഖൂലു. അപ്പൊ ഈ പാഠത്തിൽ നമ്മൾ മുലാരി ആയ ഫേലുകൾ ആണ് മനസ്സിലാക്കേണ്ടത്. മുലാരിയായ ഫേലുകൾ എങ്ങനെയായിരിക്കും? യാവ് കൊണ്ട് തുടങ്ങുന്നതും താവ് കൊണ്ട് തുടങ്ങുന്നതുമായിരിക്കും മുലാരിയായ ഫേലുകൾ. ആൺകുട്ടികളെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ എന്ന് വെച്ചാൽ ശേഷം പറയുന്നത് ഒരാണിനെ കുറിച്ചാണെങ്കിൽ അത് യാവ് കൊണ്ട് തുടങ്ങുന്ന വേർഡായിരിക്കും. ശേഷമുള്ളത് ഒരു പെണ്ണിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ അത് താവ് കൊണ്ടും തുടങ്ങുന്നതായിരിക്കും. ഇവിടെ വളരെ ഫാസ്റ്റ് ആയിട്ട് എളുപ്പത്തിൽ ഓടിച്ചു പോവാണ്. അടുത്തത് അൽ ഇബ്നു യദ്ഹബു, അൽ ഇബ്നു യദ്ഹബു. ഇത് നമ്മൾ എന്ത് ചെയ്യണം? യദ്ഹബുൽ ഇബ്നു, യദ്ഹബുൽ ഇബ്നു, കുട്ടി പോകുന്നു. ഇവിടെ ഇബ്നു എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണ്, പെൺകുട്ടിക്ക് ബിന്ത് എന്നാണ് പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇവിടെ യദ്ഹബുൽ ഇബ്നു, കുട്ടി, ആൺകുട്ടി പോകുന്നു. ഇനി ഇവിടെ അൽ ബിന്തു തദ്ഹബു, ഇത് ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഇനി മാറ്റാം.
ഇവിടെ പെൺകുട്ടിയല്ലേ. അൽ ബിന്തു തദ്ഹബു, അപ്പൊ തദ്ഹബുൽ ബിന്തു, തദ്ഹബുൽ ബിന്തു. അൽ അബു യജ്ലിസു, യജ്ലിസുൽ അബു എന്ന് വെച്ചാൽ ആദ്യം ഇവിടെ വരേണ്ടത് അറബി സെന്റൻസ് ഉണ്ടാക്കുന്ന ആ ഒരു ക്രമം അനുസരിച്ച് ആദ്യം വരേണ്ടത് ഫിഅലാണ്. ഫിഅൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ വെർബ് എന്ന് പറയാറുണ്ടല്ലോ, ആ ഫിഅലാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. അപ്പൊ യജ്ലിസു എന്നുള്ളതല്ലേ വെർബ്, ഫിഅൽ. അപ്പൊ യജ്ലിസുൽ അബു, പിന്നെയാണ് സബ്ജക്ട് പറയേണ്ടത്. ഫിഅൽ, ഫാഇൽ, മഫ്ഊൽ, അങ്ങനെയാണ് അറബിയിൽ സെന്റൻസ് ഉണ്ടാക്കേണ്ടുന്ന രൂപം. ഓരോ ഭാഷയിലും അത് വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ ഇവിടെ ആദ്യം വരേണ്ടത് ഫിഅലാണ്. അപ്പൊ യജ്ലിസു, പിന്നെ ആരാണ് ഇരുന്നത്? ഉപ്പയല്ലേ. അപ്പൊ യജ്ലിസുൽ അബു. ഇനി അടുത്തത് തജ്ലിസുൽ ഉമ്മു. ഇവിടെ എന്തുകൊണ്ടാണ് താനായത്? ഇവിടെ ഉമ്മയാണ്, ഉമ്മയെ കുറിച്ചാണ് പറയണത്. തജ്ലിസുൽ ഉമ്മു. അപ്പൊ ഈ വ്യത്യാസം, യായിന്റെയും തായിന്റെയും വ്യത്യാസം മനസ്സിലാക്കുക. രണ്ടാമത്തെ പാഠത്തിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് മുലാരിയായ ഫീലിനെ മനസ്സിലാക്കാനാണ്. മുലാരിയായ ഫീല് യാവ് കൊണ്ടും താവ് കൊണ്ടും തുടങ്ങുന്നത് മുലാരിയായ ഫീലാണ്. പിന്നെ എന്തേ യാവും താവും തമ്മിലുള്ള വ്യത്യാസം? യാ ശേഷമുള്ള സബ്ജക്റ്റ് ആണാണെങ്കിൽ യാ ആയിരിക്കും, ശേഷമുള്ള സബ്ജക്റ്റ് പെണ്ണാണെങ്കിൽ അത് മുലാരി താ ആയിരിക്കും. ആ വ്യത്യാസം മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഇതെല്ലാം കൂടെ കാണുമ്പോൾ ആകെ ബേജാറാവാൻ നിൽക്കണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ കാര്യമായിട്ട് പഠിക്കാനുള്ളത് ഇതാണ്. ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അന നഹ്നു. ഇതാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടതാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ഒരുത്തൻ, ഒരാള്. ഹുമ രണ്ടാളുകൾ, ഹും കുറെ ആളുകൾ, എന്ന് വെച്ചാൽ ഒരാണ്, രണ്ടാണുങ്ങൾ, കുറെ ആണുങ്ങൾ. ഹിയ അവൾ, ഒരു പെണ്ണ്. ഹുമ രണ്ട് പെണ്ണുങ്ങൾ, ഹുന്ന കുറെ പെണ്ണുങ്ങൾ. ഇനി അൻത നമ്മുടെ മുമ്പിലുള്ള ഒരാളോട് പറയാം അൻത നീ, അൻതുമ നിങ്ങൾ രണ്ടുപേര്, ആണുങ്ങൾ കേട്ടോ. അൻതും നിങ്ങൾ കുറെ ആണുങ്ങൾ. അൻതി നീ ഒരു പെണ്ണ്, നമ്മളെ മുമ്പിലുള്ള നീ ഒരു പെണ്ണ്. അൻതുമ നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ. അൻതുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ. അന ഞാൻ, നഹ്നു ഞങ്ങൾ. ഇതിന് നമ്മൾ ലമീറുകൾ എന്ന് പറയും. ഈ 14 ലമീറുകളാണ് ഈ മൂന്നാമത്തെ പാഠത്തിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക? അതങ്ങനെ ചൊല്ലി പഠിക്കുക. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അന നഹ്നു. ഇനി അതിന്റെ അർത്ഥം കൂടെ പഠിച്ചാൽ നമുക്ക് ഈ പാഠത്തിലുള്ള ഏത് എക്സസൈസും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, അർത്ഥം ഓൾറെഡി പറഞ്ഞല്ലോ. ഹുമ അവർ രണ്ടുപേർ, ഹും അവർ കുറെ ആളുകൾ, ഹിയ അവൾ ഒരു സ്ത്രീ, ഹുമ രണ്ട് സ്ത്രീകൾ, ഹുന്ന കുറെ സ്ത്രീകൾ. അപ്പൊ ആ രൂപത്തിൽ അതിന്റെ അർത്ഥം പറഞ്ഞ് അതും കൂടെ മനസ്സിലാക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മൂന്നാമത്തെ പാഠം ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ അതിന്റെ ഒരു ഓർഡർ പറഞ്ഞത്, ഹുവ ഹുമാഹും അങ്ങനെ അന നഹ്നു വരെ. ഈ ഓർഡറാണ് നമ്മൾ ആ രൂപത്തിൽ പഠിച്ചു വെക്കേണ്ടത്. അതിനനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് തുടങ്ങാം. ഇവിടെ ഫസ്റ്റ് ഉള്ളത് അൻത എന്നുള്ളതാണ്. അൻത അല്ല നമ്മൾ ഇവിടെ ഫസ്റ്റ് പറഞ്ഞത്, ഹുവ എന്നുള്ളതാണ്. അപ്പൊ ആ രൂപത്തിൽ തന്നെ കുട്ടികൾ ശ്രദ്ധിച്ചാൽ പ്രശ്നമില്ല. ഇവിടെ നോക്കൂ, ഹുവ റാഷിദുൻ, ഹുവ റാഷിദുൻ എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? അവൻ റാഷിദാണ്. ഹുമാ, അപ്പൊ ഇത് രണ്ടാണുങ്ങളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഹുമാ യുലവ്വിനാനി അവർ രണ്ടുപേരും കളർ ചെയ്യുന്നു. ഹുമാ യുലവ്വിനാനി, അപ്പൊ ഈ കളർ ചെയ്യുന്ന ആളുകൾ രണ്ടാളുകളും ആണുങ്ങളാണ്. അപ്പൊ ഹുവ ഹുമാ അവർ രണ്ടുപേരും, ഹുവ എന്ന് പറഞ്ഞാൽ ഒരാള്, അവൻ റാഷിദാണ്. ഹുമാ അവർ രണ്ടുപേരും, യുലവ്വിനാനി കളർ ചെയ്യുന്നു. ഹും അവര് കുറെ ആണുങ്ങൾ, യഖ്തഊന അവര് മുറിക്കുന്നു. ഇനി കണ്ടോ, ഹിയ എന്ന് പറഞ്ഞാൽ അവൾ, സൈനബാണ്. ഹുന്ന ഇവിടെ ഹിയ ഹുമ രണ്ട് പെണ്ണുങ്ങളാണെങ്കിലും ഹുമ എന്നുള്ള പ്രയോഗം തന്നെയാണ് വരിക. അതുകൊണ്ടാണ് ഹുമ എന്നുള്ളത് വീണ്ടും ഒരു പക്ഷേ ഇവിടെ കൊടുക്കാത്തത്. ഹിയ ഹുമ ഹുന്ന, മൂന്നാമത്തത് ഹുന്ന കുറെ സ്ത്രീകൾ എന്നല്ലേ. ഹുന്ന യറുസുംന അവർ കുറെ സ്ത്രീകൾ വരക്കുന്നു. പിന്നെ ഇങ്ങോട്ട് നോക്ക്, ഇനി അൻത, നമ്മൾ അൻത അൻതുമ അൻതും പഠിച്ചല്ലോ. അൻത എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ള ഒരു ആണിനെ സൂചിപ്പിക്കാനാണ്. അപ്പൊ അൻത യാസിറുൻ നീ യാസിറാണ്. അൻതുമ മുമ്പിൽ രണ്ടാണുങ്ങളുണ്ട്. അൻതുമ നിങ്ങൾ രണ്ടുപേരും തക്തുബാനി എഴുതുന്നവരാണ്. അൻതും നിങ്ങൾ കുറെ ആണുങ്ങൾ, തജ്മഊന ഒരുമിച്ച് കൂട്ടുന്നു. ഇനി മുമ്പിലുള്ള ഒരു പെണ്ണ് അൻതി നീ ഫാത്തിമയാണ്. ഇനി മുമ്പിലുള്ള രണ്ട് പെണ്ണുങ്ങളാണെങ്കിലും അൻതുമ എന്നുള്ള പ്രയോഗമാണ് വരിക. ഇനി മുമ്പിലുള്ള കുറെ പെണ്ണുങ്ങളാണെങ്കിൽ അൻതുന്ന, കണ്ടോ അൻതുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ. അപ്പോൾ ഈ ഓർഡറാണ്. പിന്നെ ഒന്നുകൂടെ രണ്ടെണ്ണം കൂടെ ഉണ്ട്. അന അവസാനത്തത് 13ാമത്തത് അന ഞാൻ എന്നുള്ള അർത്ഥം, നഹ്നു ഞങ്ങൾ എന്നുള്ള അർത്ഥം. അപ്പൊ ഈ 14 ഫോമുകൾ ഹുവ ഹുമാഹും എന്നുള്ളത് കൃത്യമായിട്ട് ഓർഡർ ആയിട്ട് തന്നെ ഈ നഹ്നു വരെ നമ്മൾ പഠിച്ചാൽ അതിന്റെ അർത്ഥം കൂടെ മനസ്സിലാക്കിയാൽ നമുക്ക് ഇത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുക, ബനാത്തുൻ, ബിൻതുൻ, തക്തുബാനി ഇതിന് യോജിച്ച ലമീറുകൾ നമ്മൾ എടുക്കണം. ബനാത്തുൻ എന്ന് പറഞ്ഞാൽ കുറെ പെണ്ണുങ്ങൾ എന്നാണ് അർത്ഥം. കുറെ പെണ്ണുങ്ങൾക്ക് നമ്മൾ ഏതാ പറഞ്ഞത്?
കണ്ടോ ഹുന്ന എന്നുള്ളതാണ്. അപ്പൊ ഹുന്ന എന്നുള്ളത് നമ്മൾ അതിലേക്ക് മാച്ച് ചെയ്യണം. ബിൻതുൻ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണാണ്, ഒരു പെണ്ണാണ്. അപ്പൊ ഹിയ എന്നല്ലേ പറഞ്ഞത്. ഈ ആദ്യത്തെ വരി ആണുങ്ങളെ സൂചിപ്പിക്കാനും, ഒരാണ്, രണ്ടാണ്, മൂന്നാണുങ്ങൾ, കുറെ ആണുങ്ങൾ, ഒരു പെണ്ണ്, രണ്ട് പെണ്ണുങ്ങൾ, കുറെ പെണ്ണുങ്ങൾ. പിന്നെ നീ, നിങ്ങൾ രണ്ടുപേര്, നിങ്ങൾ കുറെ പേര് ആണുങ്ങൾ കേട്ടോ. ഇനി അൻതി, നീ ഒരു സ്ത്രീ, നിങ്ങൾ രണ്ട് സ്ത്രീകൾ, കുറെ സ്ത്രീകൾ, ഞാൻ, ഞങ്ങൾ. ഇതാണ് ഇതിന്റെ അർത്ഥം. ഈ രൂപത്തിൽ ചിന്തിച്ചാൽ മതി. അപ്പൊ ബനാത്തുൻ കുറെ പെണ്ണുങ്ങൾ, അതിനേതാ വേണ്ട ഹുന്ന. ബിൻതുൻ ഒരു പെണ്ണ്, അതിനേതാ വേണ്ട ഹിയ. തക്തുബാനി നിങ്ങൾ രണ്ടുപേരെ എഴുതുന്നു. ഇവിടെ താ അല്ലേ, നേരത്തെ പറഞ്ഞതും കൂടെ ഓർമ്മ വേണം. തക്തുബാനി എന്നുള്ള മുലാരിയായ ഫീൽ തുടങ്ങിയത് താവ് കൊണ്ടല്ലേ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കണം എന്താണ് പെണ്ണുങ്ങളോടാണ് എന്നുള്ളത്. അപ്പൊ തക്തുബാനി ഹുമാ എന്നുള്ളത്. ഇനി അടുത്തത് അബിനാഉൻ ആൺകുട്ടികൾ, കുറെ ആൺകുട്ടികൾ, ഇതല്ലേ ഹും. അപ്പൊ ഹും എന്നുള്ളത്. യാസിർ, യാസിർ ഒരാണല്ലേ, അപ്പൊ അവൻ എന്നുള്ളത് ഹുവ എന്നുള്ളത്. ഇനി ബിൻതാനി രണ്ട് പെണ്ണുങ്ങൾ, ഹുമാ എന്നുള്ളത്. അപ്പോ ആ 14 ഫോമുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഇത് എളുപ്പമായിരിക്കും. ഇനി ഇവിടെ നക്തഷിഫുൽ ലമാഇറ വ നക്തുബുഹാ കമാ ഫീ മിസാലിൻ. താഴെയുള്ളതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ലമീറുകൾ നമ്മൾ എടുത്തെഴുതണം. ഇവിടെ കണ്ടോ ഒഹിബു, ഒഹിബു എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പൊ ഞാൻ എന്നുള്ളതിന് നമ്മൾ ഏത് ലമീറ പറഞ്ഞ്, അന എന്നുള്ളതല്ലേ. അപ്പൊ അന എന്നുള്ളത് ഇങ്ങോട്ട് എടുത്തെഴുതണം. ഇനി നുഇദ്ദു, നുഇദ്ദു ഞങ്ങൾ തയ്യാറാകുന്നു എന്നുള്ള അർത്ഥം. അപ്പൊ നഹ്നു ഞങ്ങൾ എന്നുള്ളതിന് നമ്മൾ ഏതാ പറഞ്ഞ്, നഹ്നു. ഈ നഹ്നു എന്നുള്ളതാണ് ഇവിടേക്ക് എഴുതേണ്ടത്. ഇനി തക്തുബാനി പെണ്ണുങ്ങളാണ്, തക്തുബാനി നിങ്ങൾ രണ്ടുപേരും എഴുതുന്നു. അപ്പൊ നിങ്ങൾ രണ്ടുപേര്, ഇതാ നമ്മുടെ മുമ്പിലുള്ള രണ്ടുപേര് പെണ്ണുങ്ങൾ, അൻതുമ എന്നുള്ളത്. ഇനി തജ്മഊൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് കൂട്ടുന്നു. തജ്മഊൻ ഇവിടെ കണ്ടോ കുറെ ആണുങ്ങളോടുള്ള സംസാരമാണ്. അപ്പൊ ഹും എന്നുള്ളത്. ഇനി തുസമ്മിംന, തുസമ്മിംന അത് കുറെ പെണ്ണുങ്ങളോടുള്ളതാണ്. കുറെ പെണ്ണുങ്ങളോടുള്ളത് ഏതാണ്, അൻതുന്ന, അൻതുന്ന. അതുപോലെ യുലവ്വിനാനി, യുലവ്വിനാനി രണ്ടുപേര് കളർ ചെയ്യുന്നു. അപ്പൊ രണ്ടുപേർക്കുള്ളത് ഏതാണ്, ഹുമാ എന്നുള്ളത്. യക്തഊന അവർ കുറെ ആണുങ്ങൾ എന്ത് ചെയ്യുന്നു, മുറിക്കുന്നു. അപ്പൊ ഹും കുറെ ആണുങ്ങളെ സൂചിപ്പിക്കാൻ നമ്മൾ ഇതല്ലേ പറഞ്ഞു, ഹും എന്നുള്ളത്. പിന്നെ യർസുംന, യർസുംന കുറെ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നു, വരക്കുന്നു. അപ്പൊ അതിന് നമ്മൾ ഏതാ, ഹുന്ന. ഈ രൂപത്തിൽ ഇങ്ങനെ തന്നാൽ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ലമീറുകൾ എഴുതാൻ പറഞ്ഞാലും അവിടെ നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഈ അർത്ഥത്തോട് യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, അത് ലമീറുകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇവിടെ യാ സാലിമു, ഓ സാലിമേ കണ്ടോ, ഓ സാലിമേ നമ്മുടെ മുമ്പിലുള്ള സാലിമിനെ വിളിക്കാണ്. എന്നിട്ട് അൻത നീ സദീഖി എന്റെ കൂട്ടുകാരനാണ്. ഇവിടെ കണ്ടോ ഹുവ, അൻത, അൻതി എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും നമ്മുടെ മുമ്പിലുള്ള ഒരാളെ സൂചിപ്പിക്കാൻ നമ്മൾ അൻത എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ അൻത എന്നുള്ളത് ഇവിടെ കൊടുക്കും. ഇനി യാ ഫാത്തിമ, ഓ ഫാത്തിമ കണ്ടോ, ഫാത്തിമ മുമ്പിലുള്ള ആളാണ്. അപ്പൊ പെണ്ണല്ലേ, അപ്പൊ അൻതിയ വേണ്ടത് കണ്ടോ, അൻതി. യാ ഫാത്തിമ അൻതി നാജിഹത്തുൻ. യാ അബ്നാഉ ആൺകുട്ടികളെ, അൻതും ലാഇബൂൻ, അൻതും ലാഇബൂൻ കുറെ ആൺകുട്ടികളല്ലേ. അപ്പൊ അൻത, അൻതുമ, അൻതും കണ്ടോ, അൻതും. ഇനി ജവാദ്, ജവാദ് ഹുവ ഉസ്താദി അവൻ എന്റെ ഉസ്താദാണ്. അപ്പൊ ജവാദുൻ അവൻ എന്റെ ഉസ്താദാണ്. അപ്പൊ ഹുവ. ഇവിടെ ഹിയ പെണ്ണാണ്, അൻതിയും പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണ്, ആണിനെ സൂചിപ്പിക്കുന്ന ഏതാള്, ഹുവ. ഇനി ഫാത്തിമത്തു ഹിയ ഉഖ്തി ഫാത്തിമ എന്റെ സഹോദരിയാണ്. അതുപോലെ യാ യബ്നു വയാ ബിൻതു ഓ ആൺകുട്ടി, വയാ ബിൻതു ഓ പെൺകുട്ടി, അൻതുമാ നിങ്ങൾ രണ്ടുപേരും, തൽഅബാനി രണ്ടുപേരുണ്ടല്ലോ. അപ്പൊ അൻതുമാ എന്നുള്ള പ്രയോഗം. ഇനി അൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ, ഹും യദ്ഹബൂന ലിൽ മക്ക അവരെന്ത് ചെയ്യുന്നു, മക്കയിൽ പോകുന്നു. അപ്പൊ അവർ എന്നുള്ളതിന് ഹും എന്നുള്ളതാണ്. ഇനി അന മുസ്ലിമുൻ ഞാൻ മുസ്ലിമാണ്. അൽ ഇസ്ലാമു ദീനി എന്റെ ഇസ്ലാം ഏതാണ്, എന്റെ ദീന് ഇസ്ലാമാണ്. ഇനി ഇവിടെ കുറച്ച് പദങ്ങൾ തന്നിട്ടുണ്ട്, അതിന്റെ പ്ലൂറൽ ഫോം ജംഉം തന്നിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ അതുപോലെ തന്നെയാണ്. വിദ്യാർത്ഥികൾ ഇതിനനുസരിച്ച് എന്ത് ചെയ്യുക, മാറ്റുകയാണ് വേണ്ടത്. ഹാദാ ഇബ്നുൻ ഹുവ ദാരിസുൻ, ഹാദാനി ഇബ്നാനി ഇത് രണ്ട് ആൺകുട്ടികളാണ്. അപ്പൊ രണ്ടിനും എന്താ പറയാ, ഹുമാ, ഹുമാ ഇബ്നാനി. ഇതുപോലെ തന്നെ ഇതിനനുസരിച്ച് 1, 2, 3 അങ്ങനെ വരികയാണ്. അപ്പൊ അതിനനുസരിച്ച് ഇതിനെ മാറ്റി കൊടുത്താൽ മതി. ഇനി ഇവിടെ ഇത് നല്ലോണം ശ്രദ്ധിക്കണം കുട്ടികൾ, ഇത് കാണാതെ പഠിക്കണം. എന്നിട്ട് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിട്ട് വരും. ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അന നഹ്നു. അപ്പൊ ഈ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് നിർബന്ധമായും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു പട്ടിക നിർബന്ധമായും പഠിക്കുക, ഓർഡറിൽ തന്നെ പഠിക്കുക. ഇനി ഇതും അതുപോലെ തന്നെയാണ് നമ്മൾ ഫില്ലാക്കേണ്ടത്. യബ്നു എന്നുവെച്ചാൽ ഓ കുട്ടി, അൻത ദാരിസുൻ നീ വിദ്യാർത്ഥിയാണ്. യബ്നാനി ഓ രണ്ട് കുട്ടികളെ, അൻതുമ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ അൻത ഒരാള്, അൻതുമ രണ്ടാളുകൾ, അൻതും കുറെ ആളുകൾ, അൻതി ഒരു പെണ്ണ്. അതിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യണം, മാറ്റണം. ഇവിടെ കണ്ടോ യാ ബിൻതു ഓ പെൺകുട്ടി, അൻതി കണ്ടോ പെൺകുട്ടി ആകുമ്പോ അൻതി അല്ലേ, അൻതി ദാരിസത്തുൻ.
ഇനി അടുത്തത് യാ ബിൻതാനി, രണ്ട് പെൺകുട്ടികളെ, അൻതുമാ ദാരിസത്താനി, അൻതുമാ കണ്ടോ, അൻതുമാ നിങ്ങൾ രണ്ടുപേരും വിദ്യാർത്ഥിനികളാണ്. അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ മാറ്റി കൊടുക്കണം. ഇതാണ് മൂന്നാമത്തെ പാഠം. ഇനി അവസാനത്തെ പാഠം ഫിക്റത്തുൻ റായിഅ. ഈ ഫിക്റത്തുൻ റായിഅ എന്നുള്ള പാഠത്തിൽ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഫോമുകൾ പഠിക്കാനുണ്ട്. ഇതിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട വാക്കുകൾ ഇതാണ്. ഒന്ന് മാത. മാത എന്ന് പറഞ്ഞാൽ എന്ത് എന്നർത്ഥമാണ്. അതുപോലെ മാ എന്ന് പറഞ്ഞാലും എന്ത് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ മാ എന്ന് പറഞ്ഞാലും മാത എന്ന് പറഞ്ഞാലും എന്ത് എന്നുള്ള അർത്ഥമാണ്. ക്വസ്റ്റ്യൻ ഫോമുകളാണ്. അപ്പൊ ഈ മാതയും മായും കൊണ്ട് തുടങ്ങുന്ന സെന്റൻസുകളുടെ അവസാനത്തിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കരുത്. ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം, അത് ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ നഅം. നഅം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ യെസ്, അതെ എന്നുള്ള അർത്ഥം പറയാറുണ്ടല്ലോ, അതാണ് നഅം എന്ന് പറഞ്ഞാൽ. ഐന എന്ന് പറഞ്ഞാൽ എവിടെ, എവിടെ എന്നാണ് ഐന എന്നുള്ളതിന്റെ അർത്ഥം. ല എന്ന് പറഞ്ഞാൽ ഇല്ല, നോ എന്നുള്ള അർത്ഥം. പിന്നെ ഹല്ലും. ഹല്ലും ക്വസ്റ്റ്യൻ വേർഡാണ്. അപ്പൊ ഹല്ലും ഇവിടെ കണ്ട ഒരു ഉദാഹരണം, ഹൽ തുഹിബു ഇത്ആമത്തുയൂർ. ഹൽ തുഹിബു നീ ഇഷ്ടപ്പെടുന്നു, ഇത്ആമത്തുയൂർ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കലിന് ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഹൽ എന്നുള്ളത് എന്താണ്, ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. ഹല്ല് തുടക്കത്തിൽ വന്നാലും അത് ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ കൈഫ. കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ. മൻ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആര്. ഈ വാക്കുകൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിക്കണം. ഏതെല്ലാം? മാതാമ രണ്ടിന്റെയും അർത്ഥം, മാതാമ രണ്ടിന്റെയും അർത്ഥം എന്താണ്? വാട്ട് എന്നുള്ളതാണ്. നഅം എന്ന് പറഞ്ഞാൽ എസ്, ഐന എന്ന് പറഞ്ഞാൽ എവിടെ, ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഹൽ എന്ന് പറഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ വേർഡിന്റെ തുടക്കത്തിൽ. ഇപ്പൊ ഹൽ തുഹിബു നീ ഇഷ്ടപ്പെടുന്നുണ്ടോ, ഉണ്ടോ എന്നുള്ള അർത്ഥം. കൈഫ എങ്ങനെ, മൻ ആര്. ഓക്കെ, ഇത്രയുമാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇനി ഇതിന്റെ ഉദാഹരണം നോക്കാം. മസ്മുക. മസ്മുക എന്താണ് നിന്റെ പേര്, എന്താണ് നിന്റെ പേര്. അപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ യാവ് കൊണ്ട് ഒരു ഒരു ഒന്നിലേക്ക് ഒരു യാവിനെ ചേർത്തി കൊടുത്താൽ എന്റെ എന്നർത്ഥം കിട്ടും. അപ്പൊ ഇസ്മ എന്ന് പറഞ്ഞാൽ പേര്, ഇസ്മി എന്റെ പേര്, ആദിലുൻ ആദിലാണ്. കണ്ടോ അവിടെ യാവ് കൂട്ടി കൊടുത്തപ്പോ എന്റെ പേര്. നമ്മുടെ ചോദ്യം എന്താ? മസ്മുക്ക എന്താണ് നിന്റെ പേര് എന്നല്ലേ. അപ്പൊ എന്റെ പേര് എന്ന് വെച്ചിട്ടല്ലേ നമ്മൾ ഉത്തരം തുടങ്ങേണ്ടത്. ഇസ്മി ആദിലുൻ. ഇനി മാതാഫി യദിക. മാതാഫി യദിക നിന്റെ കയ്യിൽ എന്താണുള്ളത്. അപ്പൊ ഫി യദി കണ്ടോ എന്റെ കയ്യിൽ. ഫീക്ക് അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇൽ. അപ്പൊ ഫി യദി എന്റെ കയ്യിൽ, കിതാബി എന്റെ കിതാബാണ്. അപ്പൊ ഇവിടെയൊക്കെ യാഴ് ചേർത്ത് കൊടുത്തപ്പോ എന്റെ എന്നുള്ള അർത്ഥം കിട്ടിയത് കണ്ടോ. ഇനി ഐന മദ്റസതുകി. ഐന മദ്റസതുകി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫി യദിക, മാതാ ഫി യദിക എന്നുള്ളത് ഒരു ആണിനോടുള്ള പിന്നെ സംസാരമാണ്. ഇനി മദ്റസതുകി എന്ന് പറയുമ്പോൾ കി എന്ന് പറയുമ്പോൾ പെണ്ണിനോടാണ്. അപ്പൊ ഐന മദ്റസതുകി ഏതോ ഒരു പെണ്ണിനോടാണ് ചോദിക്കുന്നത്, നിന്റെ മദ്രസ എവിടെയാണ്. അപ്പൊ മദ്രസത്തി എന്റെ മദ്രസ എവിടെയാണ്, ഫിൽ മദീന പട്ടണത്തിലാണ്. ഇനി ഹൽ തുഹിബുൽ ഖിറാഅ. ഹൽ തുഹിബുൽ ഖിറാഅ നീ വായിക്കൽ ഇഷ്ടപ്പെടുന്നുണ്ടോ, വായന ഇഷ്ടപ്പെടുന്നുണ്ടോ. അപ്പൊ നഅം ഉണ്ട്, അതെ. ഉഹിബുൽ ഖിറാഅ ഞാൻ ഖിറാഅത്ത് ഇഷ്ടപ്പെടുന്നു. ഹൽ ഇൻദക ദറാജത്തുൻ നിന്റെ അടുക്കല് സൈക്കിൾ ഉണ്ടോ. ലാ ലൈസ ഇൻദി ദറാജത്തുൻ എന്റെ അടുക്കൽ സൈക്കിൾ ഇല്ല. കൈഫ ഹാലുക്കി എന്താണ് എന്തൊക്കെയാണ് നിന്റെ വിശേഷം. അൽഹംദുലില്ലാ അന ബിഖൈർ. മൻ മഅക ആരാണ് നിന്റെ കൂടെയുള്ളത്. മഈ എന്റെ കൂടെ, അഖി അൽ കബീർ എന്റെ വലിയ ബ്രദറാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അങ്ങനെ ബ്രാക്കറ്റിൽ മാ മൻ മാദ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ കൃത്യമായിട്ട് എടുത്ത് എഴുതാണ് വേണ്ടത്. ഡാഷ് എൽ അബു ബിൽ ഖുറ. ബിൽ ഖുറത്തി ബോൾ കൊണ്ട് കളിക്കുന്നു. അപ്പൊ ആരാണ് ബോൾ കൊണ്ട് കളിക്കുന്നത് എന്നാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആര് എന്നുള്ളതിന് നമ്മൾ പഠിച്ചു മൻ എന്നുള്ളതാണ്. അതാണ് ഞാൻ വാക്കർത്ഥം കൃത്യമായി പഠിക്കണം എന്ന് പറഞ്ഞത്. പിന്നെ ഡാഷ് തുഹിബു സിബാഹ. ഡാഷ് തുഹിബു സിബാഹ അതിന് ഏതാ വേണ്ടത്. ഹൽ ഹൽ തുഹിബു സിബാഹ. ഹൽ തുഹിബു സിബാഹ. സിബാഹത്ത് എന്ന് പറഞ്ഞാൽ നീന്തൽ എന്നാണ്. അപ്പൊ ഹൽ തുഹിബു സിബാഹ നീ നീന്തൽ ഇഷ്ടപ്പെടുന്നുണ്ടോ. അപ്പൊ ഉണ്ടോ എന്ന് കിട്ടാൻ തുടക്കത്തിൽ ഏത് വേണം, ഹൽ എന്നുള്ള പ്രയോഗം വേണം. ഹൽ തുഹിബു സിബാഹ. ഇനി ഡാഷ് ബൈത്തുക എവിടെയാണ് നിന്റെ വീട്. അപ്പൊ ഐന എന്നുള്ളതല്ലേ എവിടെ. അപ്പൊ ഐന ബൈത്തുക. ഇനി എന്താണ് ബാഗില്. മാദാ ഫിൽ ഹഖീബത്തി. മാദാ ഫിൽ ഹഖീബത്തി. മാദാ ഫിൽ ഹഖീബത്തി. ഡാഷ് തദ്ഹബു ഇല സൂഖ് എങ്ങനെയാണ് അങ്ങാടിയിലേക്ക് പോവുക. അപ്പൊ കൈഫ. കൈഫ എങ്ങനെ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. കൈഫ തദ്ഹബു ഇല സൂഖ്. ഇനി എന്താണ് നിന്റെ ഉപ്പയുടെ പേര്. എന്ത് എന്നുള്ളതിന് നമ്മൾ പറഞ്ഞു മാ മസ്മു അബീക എന്താണ് നിന്റെ ഉപ്പയുടെ പേര്. ഇനി അതുപോലെ ഇവിടെ സിൽ ബിൽ മുനാസിബ് യോജിപ്പിച്ചത് ചേർത്ത് എഴുതാനുണ്ട്. മാതാ അതുപോലെ മാ കൈഫ ഐന മൻ അതിനനുസരിച്ച് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, യോജിപ്പിക്കണം. മാതാ തക്തുബു നീ എന്താണ് എഴുതുന്നത്. മാ ഡാഷ് മസ്മുക എന്താണ് നിന്റെ പേര്. കൈഫ ഹാലുക്കി എന്താണ് നിന്റെ അവസ്ഥ. ഐന ബൈത്തുക്കും. മൻ ഉസ്താദുക ആരാണ് നിന്റെ ഉസ്താദ്.
അതുപോലെ ഇവിടെ ഒരു വർക്കും കൂടെ ഉണ്ട്. യഖ്റഉ സാലിമുൻ അൽ ഖുർആന മൻ യഖ്റഉൽ ഖുർആന, ആരാണ് ഖുർആൻ ഓതുന്നത്? ഇവിടെ ആൻസർ തന്നിട്ടുണ്ട്, എന്നിട്ട് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ ആക്കാനാണ്. നഅം സമിഅത്തുൽ അദാന, ഞാൻ ബാങ്ക് കേട്ടു, അതെ ഞാൻ ബാങ്ക് കേട്ടു. അപ്പോൾ നീ ബാങ്ക് കേട്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആക്കണം. അങ്ങനെ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹൽ സമിഅത്തൽ അദാന, നീ ബാങ്ക് കേട്ടോ. ഇനി ഹക്കീബത്തി അല താവില, എന്റെ ബാഗ് മേശപ്പുറത്താണ്. അപ്പൊ എന്താ ചോദ്യം ഉണ്ടാവുക? എവിടെയാണ് നിന്റെ ബാഗ് എന്നല്ലേ? എവിടെയെന്നുള്ളതിന് ഐനാന്നല്ലേ? അപ്പൊ ഐന ഹക്കീബത്തുക, എവിടെയാണ് നിന്റെ ബാഗ്? ഇനി യൽഅബു സാലിമുൻ ബിൽ ഖുറത്തി, സാലിമു ബോൾ കൊണ്ട് കളിക്കുന്നു. അപ്പൊ ആരാണ് ബോൾ കൊണ്ട് കളിക്കുന്നത്? മൻ യൽഅബു ബിൽ ഖുറ, ആരാണ് ബോൾ കൊണ്ട് കളിക്കുന്നത്? അൽഹംദുലില്ലാ അന ബിഖൈർ, അൽഹംദുലില്ലാ എനിക്ക് എല്ലാ സുഖം. അപ്പൊ കൈഫ ഹാലുക, എന്താണ് അതിന്റെ ചോദ്യം? ഇവിടെ എല്ലാം ആൻസർ ആണ്. ഇവിടെ ഇസ്മി ഖദീജ, എന്റെ പേര് ഖദീജയാണ്. അപ്പോൾ എന്തായിരിക്കും ചോദ്യം? മസ്മുഖി, ഇവിടെ പെണ്ണായതുകൊണ്ടാണ് കി പറഞ്ഞത്. മസ്മുഖി, എന്താണ് നിന്റെ പേര്? ഇസ്മി ഖദീജ. ലാ ലൈസ ഇൻദി ജവ്വാലുൻ, ഇല്ല എന്റെ അടുക്കൽ മൊബൈൽ ഇല്ല. ഹൽ എന്തൊക്കെ ജവ്വാലുൻ, നിന്റെ അടുക്കൽ മൊബൈൽ ഉണ്ടോ? ലാ ലൈസ. അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ആൻസർ തന്നിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുണ്ടാവും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തന്നിട്ട് ഒരു പക്ഷേ ആൻസർ നമ്മൾ എഴുതാനും ഉണ്ടാകും. അപ്പൊ ഈ അവസാനത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മാതാ മ, രണ്ടിന്റെയും അർത്ഥം എന്ത് എന്നുള്ളതാണ്. നഅം, ഐന, ല, ഹൽ, കൈഫ, മൻ, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പിന്നെ ലിസാൻ ആയതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ അർത്ഥസഹിതം പഠിക്കുക തന്നെ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ഈ ലിസാനിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമുക്ക് ചെയ്യാം. വളരെ വിശാലമായിട്ടൊന്നും വരാൻ സാധ്യതയില്ല, ചെറിയ മക്കളല്ലേ, അതുകൊണ്ട് അതിനനുസരിച്ച് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യനും ഉണ്ടാവുക എന്ന് നമുക്ക് ആശ്വസിക്കാം. ഏതായാലും നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.